യു ടേക്ക് എ ലോട്ട് ഓഫ് എഫേർട്ട്. നമ്മളെല്ലാവരും കുറെ എഫേർട്ട് എടുക്കും ഒരു റിലേഷൻഷിപ്പിൽ. എന്തിനാ അത് നമ്മുടെ കൺമുമ്പിൽ തന്നെ പാളിനെ കാണുമ്പോൾ even if there's somebody who has hurt me, if I have to meet them after a while, I don't think I'll have a changed feeling because I'll smile at you, I'll say hi and bye. ചില സമയത്ത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആളായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ പൊട്ടത്തരം പറയാം. പൊട്ടത്തരം മാത്രമല്ല, നമ്മളങ്ങ് ഇല്ലാണ്ടാക്കി കളയും. നമ്മൾ ഓൾറെഡി ഇല്ലാണ്ടായിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. ആ സമയത്ത് വന്നിട്ട് കുറച്ചുകൂടി അങ്ങോട്ട് കുറച്ചുകൂടി അവർക്ക് മനസ്സിലാവും, അവർക്ക് വേറെ എന്തെങ്കിലും കാണും. ദാറ്റ്സ് വൈ ദേ ആർ ബീയിങ് ലൈക്ക് ദാറ്റ് ടു us. ഈ ഓൾഡ് വേർഷൻ ചെയ്ത സമയത്ത് എന്റെ മേക്കപ്പ് രാവിലെ 6 o'clock തുടങ്ങുക. 3 hours മേക്കപ്പ് ആണ് രാവിലെ. ആൻഡ് ഇറ്റ്സ് ലേറ്റക്സ്. നമ്മളിങ്ങനെ ലൈക്ക് നമ്മുടെ സ്കിന്നൊക്കെ സ്ട്രെച്ച്, ഈ റിങ്കിൾസ് ഒക്കെ വരണമെങ്കിൽ യു ഹാവ് ടു സ്ട്രെച്ച് യുവർ സ്കിൻ എവറി മോർണിംഗ്. സോ ദിസ് ഇസ് ഹാപ്പനിങ് ഫോർ ഗുഡ് 5 days. And ഇതിന്റെ റിമൂവിങ് ഇസ് നോട്ട് ഈസിക്കലി. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയുടെ ടൈം ടേബിൾ 6:30 to 9:30, 15 hours. അപ്പൊ കോപ്പറേറ്റ് 9 to 6 മതി. പിടിച്ചു മനസ്സിലായില്ലേ? പീപ്പിൾ ഹു അണ്ടർസ്റ്റാൻഡ് സിനിമ, പീപ്പിൾ ഹു അണ്ടർസ്റ്റാൻഡ് സെറ്റ്, അവർക്ക് പഞ്ച്വാലിറ്റി ടോപ്പിക് അല്ല. ദേ നോ ടൈം ആൻഡ് ദേ വിൽ ഗെറ്റ് ദേർ. അടി കിട്ടുന്നതൊക്കെ they have literally taken the shot with the adi. അതിനുള്ള ആർട്ടിസ്റ്റിന്റെ എന്തെങ്കിലും പറ്റിയ അടുത്ത ഷോട്ടിൽ വരെ വേണമല്ലോ. സോ they will do everything maximum possible അവരുടെ ഹെൽത്ത്, അവരുടെ സർവൈവലിന് വേണ്ടിയിട്ട്. ബട്ട് യാ, മമ്മൂക്കയുടെ കൂടെ ഇങ്ങനത്തെ ഒരു സിനാരിയോ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഐ വാസ് സിറ്റിംഗ് വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ലൈക്ക് ഹൗ ക്യാൻ ഐ സ്റ്റാൻഡ് നെക്സ്റ്റ് ടു മമ്മൂക്ക. ലൈക്ക് അതെങ്ങനെ എന്റെ ലൈഫിൽ നടന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. എങ്ങനെ നടന്നു? If I'm there for them, I'm there. If I'm not there, like once I'm done with you, കത്തം. പിന്നെ അവരായിട്ടൊരു ബന്ധമില്ല. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. ഹായ് ഹലോ, വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ. ഞാൻ ബിൽറ്റ എബ്രഹാം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അവർ ക്യൂട്ടസ്റ്റ് ആൻഡ് ബബ്ലി മേഘ തോമസ്. എന്ത് പറ്റി ആദ്യം തന്നെ ഇങ്ങനെ ചിരിക്കുന്നേ? ക്യൂട്ടസ്റ്റ് നാൾ കേട്ടപ്പോ ബ്ലഷ് ചെയ്തത്, ഫുൾ ബ്ലഷ് ആണെന്നൊക്കെ. മേഘ ചേച്ചി, എന്തുണ്ട് വിശേഷം? സുഖം, എല്ലാ സുഖം. ഹൗ ആർ യു? യാ, ഐ ആം ഗുഡ്. എന്നെ കണ്ടപ്പോ മനസ്സിലായില്ലേ ഞാൻ നല്ല സന്തോഷിച്ചിരിക്കുന്നു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് രേഖാചിത്രത്തിലൂടെ തന്നെ തുടങ്ങാം അല്ലേ? രേഖാചിത്രം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവിയാണ്. ഈ റീസെന്റ് എനിക്ക് കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നിയ ഒരു മൂവിയാണ്. അപ്പോ അതിലെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ റിയൽ ലൈഫിനേക്കാൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്, സിസ്റ്റർ സ്റ്റെഫി. എനിക്ക് ആക്ച്വലി ആ മൂവി കണ്ടു കഴിഞ്ഞിട്ട് ചേച്ചിയുടെ എനിക്ക് തോന്നുന്നു മമ്മൂക്കാന്റെ കൂടെയുള്ള കേക്ക് കട്ടിങ്ങിന്റെ ആ ദിവസം അന്നത്തെ വീഡിയോസ് എനിക്ക് മനസ്സിലായില്ല സ്റ്റെഫിയും മേഘയും ഇത് രണ്ടും സെയിം ആണെന്ന്. അപ്പോൾ അത് വലിയൊരു വ്യത്യാസം തന്നെയായിരുന്നു. ഈ ഒരു മൂവിയിലെ ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ബിക്കോസ് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ പഴയ ഒരു കാര്യം കൂടി അതിനെപ്പറ്റി അതിൽ സംസാരിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ രേഖാചിത്രം മൂവിയിൽ എത്തുന്നത്? താങ്ക് യു സോ മച്ച് താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ബിക്കോസ് ആസ് ആൻ ആക്ടർ ഞാൻ എൻ്റെ ഒരു യങ്ങർ വേർഷൻ പ്ലസ് എൻ്റെ ഒരു ഓൾഡർ വേർഷൻ ഞാൻ സ്ക്രീനിലാണ് കാണിക്കുന്നത്. ഒരു തിയേറ്റർ പ്ലേ അല്ല, ഇറ്റ്സ് എ സ്ക്രീൻ. ദർ ഇസ് ഒരു നമുക്ക് എല്ലാവർക്കും കാണുമ്പോൾ നമുക്കറിയാം ഓക്കെ ഫൈൻ ഏജിന്റെ അടുത്തതല്ല, പക്ഷെ എങ്ങനെയൊക്കെയോ ലക്കിലി എൻ്റെ ഞാനും മൈ ഹോൾ കാസ്റ്റ് ആൻഡ് ക്രൂ എവറിബഡി ഹെൽപ്ഡ് ആ സംഭവത്തിന്. അതുകൊണ്ട് അതെനിക്ക് ഒറ്റയ്ക്ക് ക്രെഡിറ്റ് എടുക്കേണ്ട ഐ ഡോണ്ട് നോ. ബിക്കോസ് ലിറ്ററലി അവർ ആരുണ്ടായിരുന്നെങ്കിൽ ബിക്കോസ് ലാംഗ്വേജ്, ഡയലോഗ്സ്, എൻ്റെ കോസ്റ്റ്യൂം, എൻ്റെ മേക്കപ്പ്, ഹൗ മെനി hours. ഇപ്പൊ ഈ ഓൾഡ് വേർഷൻ ചെയ്ത സമയത്ത് എൻ്റെ മേക്കപ്പ് രാവിലെ 6 o'clock തുടങ്ങുക. 3 hours മേക്കപ്പ് ആണ് രാവിലെ. ആൻഡ് ഇറ്റ്സ് ലേറ്റക്സ്. നമ്മളിങ്ങനെ ലൈക്ക് നമ്മുടെ സ്കിന്നൊക്കെ സ്ട്രെച്ച്, ഈ റിങ്കിൾസ് ഒക്കെ വരണമെങ്കിൽ യു ഹാവ് ടു സ്ട്രെച്ച് യുവർ സ്കിൻ എവറി മോർണിംഗ്. സോ ദിസ് ഇസ് ഹാപ്പനിങ് ഫോർ ഗുഡ് 5 days. ആൻഡ് ഇതിന്റെ റിമൂവിങ് ഇസ് നോട്ട് ഈസി. അഗൈൻ ഐ ഗെസ് ആൽക്കഹോളോ ഓയിലോ either of these things അവരെ മറ്റേ ഇത് ദേ യൂസ് ഇറ്റ്. ബിക്കോസ് അതല്ലാണ്ട് നമുക്കിങ്ങനെ പറിച്ചെടുക്കാൻ പറ്റില്ല. ഇതിൽ മറ്റേ നമ്മുടെ സ്കിന്നിന് അത് തൊലി പോകുന്ന ഒരു സംഭവം എന്തോ അങ്ങനെ എന്തൊരു സംഭവമാണ്. സോ അഗൈൻ മേക്കപ്പ് റിമൂവൽ ഇസ് ഓൾസോ 1 hour. അപ്പോൾ യു ഡു ഇറ്റ്, യു സീ യുവർ സെൽഫ്. എനിക്ക് പോലും എൻ്റെ ഓൾഡ് വേർഷൻ കാണുമ്പോൾ ഞാനപ്പോഴത്തേക്ക് എനിക്കറിയാൻ പാടില്ല ഇങ്ങനെ ഇരിക്കുന്നത്. ബിക്കോസ് എൻ്റെ പെർഫോമൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ജോഫിൻ, മൈ ഡയറക്ടർ. ജോഫിൻ ആണ് ഇതിന്റെ നെക്സ്റ്റ് പരിപാടി നോക്കുക. ആൻഡ് ദെൻ മൈ എഡിറ്റർ, ദ ഹോൾ ടീം, അവരെല്ലാവരും ഇരുന്ന് നന്നായിട്ട് എൻ്റെ കൂടെ ഇരുന്ന് ദേ ഓൾസോ ട്രാവൽ വിത്ത് മീ. മേ ബി ദാറ്റ്സ് വൈ അതാണ് ഈ സംഭവം നടന്നേക്കുന്നത്. എൻ്റെ അടുത്തിനകത്ത് വിളിച്ചത് ആക്ച്വലി ജോൺ ആയിരുന്നു. ജോൺ വാസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ. ഓക്കെ, നല്ലൊരു സപ്പോർട്ടിങ് ക്യാരക്ടർ ആയിരുന്നു അതില്. പിന്നെ ഒരു എന്താ പറയാ, ചെറിയൊരു തമാശക്ക് ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട് അങ്ങനെയൊക്കെ പറയുന്ന ഒരു സംഭവം, അതൊക്കെ കുറച്ച് ബബ്ലി ആയിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ ചേച്ചി? എൻ്റെ അല്ല, ഇതിനകത്ത് ബബ്ലി ആസ് ഇൻ ലൈക്ക് എൻ്റെ ആ സമയത്തുണ്ടായിരുന്നൊരു ചിന്ത വാസ് ലൈക്ക് ഞാൻ ഓൾഡർ വേർഷൻ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഏജും വാട്ട് എവർ കംസ് വിത്ത് ഏജ് അതൊക്കെ, ഈ യങ്ങർ വേർഷൻ ചെയ്യുന്ന സമയത്ത്
എനിക്കിങ്ങനെ തോന്നി ഒരു കന്യാസ്ത്രീ ഇഫ് ഷീ ഹാസ് ടു ഗോ ദിസ് മാഡ് ടു സീ മമ്മൂക്ക എന്തായാലും ഒരു സിനിമ പ്രേമി ആയിരിക്കും. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് സംബഡി ലൈക്ക് മീ. എൻ്റെ പ്രൊഫഷൻ ഞാൻ ഇപ്പോഴാണ് ഒഫീഷ്യലി സിനിമയിലേക്ക് വരുന്ന. ഐ ഹാവ് ബീൻ പാർട്ട് ഓഫ് മെനി പ്രൊഫഷൻസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തോ ഒരു സംഭവം ഉണ്ടായിരിക്കുമല്ലോ ഇത്രയ്ക്കും ഡീപ്ലി ലൈക്ക് മമ്മൂക്ക വന്നിട്ടുണ്ട്, മമ്മൂക്കനെ കാണണം അങ്ങനത്തെ ഒരു കാര്യം. അപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് വാട്ട് ഷീ കാൺട്ട് ഷോ ഇൻ ലൈക്ക് പുള്ളിക്കാരുടെ ഓൺ ലൈഫിൽ വാട്ട് ഷീ കാൺട്ട് ബി ഷീ ക്യാൻ ബി വിത്ത് രേഖ. രേഖ ചിത്രത്തിൽ രേഖയുടെ അടുത്ത് അങ്ങനെ ഒരു ചെറിയ എസ്കേപ്പ് ഉണ്ട്. ലൈക്ക് അവളും സിനിമ ഞാനും സിനിമ ഒരു അവസരം ലൈക്ക് എന്ത് പറയാ ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ ഒരു അവസരത്തിന് കുറെ നടന്നിട്ടുണ്ട് റിയൽ ലൈഫിൽ. അതെ റിയൽ ലൈഫിൽ ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മൾ കുറെ നടക്കില്ല. ലൈക്ക് അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ എത്താം. ഓൺ ദി അതർ ഹാൻഡ് ഇമാജിൻ ഒരു ഓഡിയൻ ഒരു പ്രേക്ഷകരിൽ തന്നെ ഇഫ് സംബഡി വാസ് ആക്ച്വലി ഇൻ ടു സിനിമ പുള്ളിക്ക് ഒരു സ്റ്റാറിനെ കാണണമെങ്കിൽ പെട്ടെന്ന് അങ്ങനത്തെ ഒരു അവസരം കിട്ടുമ്പോൾ അത് ഒരു അതെ like they won't waste it. അപ്പോൾ that was my vision for the younger version. It was like I said देखते because അതിനകത്തായിരുന്നു കൂടുതൽ അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി കാണാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ കുതിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു ഇതായിരുന്നു. റിയൽ ലൈഫിൽ ശരിക്കും മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്നതാണ് ഇപ്പൊ മമ്മൂക്ക അല്ല മമ്മൂട്ടി ചേട്ടനാണ് ഇപ്പൊ കുറെ പേര്. അതെ ശരിക്കും റിയൽ ലൈഫിൽ മമ്മൂക്കാനോട് അത്രയും ഒരു ആരാധന ഉള്ള ഒരാളല്ലേ? ഇത് ഞാൻ ഇപ്പോഴും മൈ സിനിമ ഇസ് ദേർ ഓൺ തിയേറ്റേഴ്സ്. എനിക്കിത് ഇപ്പോഴും എന്റെ ലൈഫ് ഇല്ലല്ല സീരിയസ്ലി ഇത് എനിക്ക് ഇമാജിൻ ലൈക്ക് ഞാനിപ്പം ഈ എന്റെ ലൈഫില് മമ്മൂക്കയുടെ കൂടെ ഇങ്ങനത്തെ ഒരു സിനാരിയോ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഐ വാസ് സിറ്റിംഗ് വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ലൈക്ക് ഹൗ ക്യാൻ ഐ സ്റ്റാൻഡ് നെക്സ്റ്റ് ടു മമ്മൂക്ക. ലൈക്ക് അതെങ്ങനെ എന്റെ ലൈഫിൽ നടന്നു ഞാൻ ആലോചിക്കായിരുന്നു. വാട്ട് ഇസ് ദിസ് കണക്ഷൻ? സോ ഐ ടെൽ യു, there was this one time ഡൽഹിയിൽ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഞാൻ സിനിമകൾ ആക്ച്വലി കാണുന്നത് 12th കഴിഞ്ഞിട്ടാണ്. വെൻ ഐ സ്റ്റാർട്ടഡ് ഓഫ് തിയേറ്റർ ഇൻ ദ സെൻസ് തിയേറ്ററിൽ ഫിലിം കാണുന്നത് അല്ലല്ല തിയേറ്ററിലല്ല ഇൻ ജനറൽ ലൈക്ക് കൂടുതൽ സിനിമ കാണുന്നത്. ഇല്ലെങ്കിൽ ജനറലി എന്റെ ലൈഫിൽ ആക്ച്വലി സൺഡേസിൽ മാത്രമേ ടി വി ഓൺ ആവുള്ളൂ. മൺഡേ ടു സാറ്റർഡേ ആൻഡ് ദെൻ ഞാൻ ഡൽഹിയിൽ ആയതുകൊണ്ട് നമുക്ക് ലാംഗ്വേജ് വൈസ് പോലും ഞാൻ മലയാളം ഐ ഗെസ് ഏറ്റവും ലോങ്കർ കേൾക്കുന്നത് പള്ളി പോകുമ്പോഴാണ്. കുർബാന മലയാളത്തിലാണല്ലോ, അതുകൊണ്ട് ബാക്കി ഫ്രണ്ട്സ് സറൗണ്ടിങ്. അപ്പോൾ ലൈക്ക് ഇപ്പം ലൈക്ക് പേരൻസ് നമ്മുടെ അടുത്ത് മലയാളത്തിൽ ചോദിക്കുകയാണെങ്കിൽ വി ഹാവ് എൻ ഹാബിറ്റ് ഓഫ് റിപ്ലൈങ് ഇൻ ഹിന്ദി. അത് നമ്മുടെ ഇടയ്ക്കുള്ള ഒരു സിങ്ക് ആണ്. ഇപ്പൊ ഞാൻ ലൈക്ക് എനിക്കിപ്പോ തന്നെ അറിയാം. അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെയോ താൻ ഇതിന്റെ ഇടയ്ക്ക് താൻ തന്നെ ഇംഗ്ലീഷ് ഉപയോഗിച്ചതുകൊണ്ട് ഞാൻ തന്റെ അടുത്ത് ഇംഗ്ലീഷ് പറയാ. താനിപ്പോ ലൈക്ക് കോപ്പിംഗ് മെക്കാനിസം മനസ്സിലായി. കോപ്പിംഗ് ലൈക്ക് നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എന്ത് പറ്റി ഞാൻ താൻ എത്തുന്ന ചോദിച്ചൊരു പ്രാവശ്യം മമ്മൂക്ക ഇപ്പൊ ഈ ഇങ്ങനത്തെ ഒരു ഗ്യാപ്പിൽ നിൽക്കുന്ന സമയത്ത് ഐ തിങ്ക് എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഐ വാസ് ഇൻ മൈ 6th സ്റ്റാൻഡേർഡ് ഓർ സംതിങ് ഇസ് ഫസ്റ്റ് ടൈം ഐ എം സീയിങ് എ മലയാള സിനിമ ഇൻ തിയേറ്റർ. അതിനു മുമ്പ് ഞാൻ that is the comedy that was like എനിക്കിപ്പോഴും ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ ഐ സ്റ്റിൽ റിമെമ്പർ ഞാനും പപ്പ മമ്മി പപ്പയുടെ ഒരു ഫ്രണ്ട് ആൻഡ് ദെയർ ഫാമിലി അങ്ങനെ മലയാളി ടീംസ് ഫുൾ ഇറങ്ങിയേക്കാം മലയാള സിനിമ ആദ്യമായിട്ട് ഡൽഹിയിൽ ഒരു തിയേറ്ററിൽ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് ഐ വെന്റ് ആൻഡ് ദാറ്റ് വാസ് രാപ്പകൽ. രാപ്പകൽ ഫാമിലിയായിട്ട് ചില്ല് ചെയ്ത് കാണാൻ പറ്റിയ സിനിമ. അതെ ലൈക്ക് ഒബ്വിയസ്ലി 6th സ്റ്റാൻഡേർഡിൽ വാട്ട് ഡു യു സേ കൊണ്ടുപോവാ. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഐ എം നോട്ട് ലൈക്ക് അതിനകത്ത് മറ്റേ 9th മറ്റേ സീക്വൻസ് ഇല്ല ചൂലുകൊണ്ടിങ്ങനെ അടിക്കുന്ന അത് ഞാൻ കുറെ റിഹേഴ്സൽ ചെയ്തായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചില്ല that either I will be an actor or I'll have a chance in my life to meet Mammootka. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് ടോട്ടലി കണ്ട സിനിമ മമ്മൂക്കന്റെ പിന്നെ ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ നിൽക്കുന്നത് നമുക്ക് കേക്ക് തരുന്നു എന്തൊക്കെ സംഭവിക്കും. അതാണ് ഞാൻ പറയുന്നത്. ഈ എനിക്കത് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് ഐ ആം ജസ്റ്റ് വേക്കിംഗ് അപ്പ് ലിവിംഗ് മൈ ലൈഫ് ലാഫിംഗ് ഇൻ ദെൻ ദാറ്റ്. അങ്ങനെ ഒരു സിസ്റ്റർ ശരിക്കും റിയൽ ലൈഫിൽ അങ്ങനെ ഉണ്ടായിരുന്നിട്ടുണ്ടോ എന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ലൈക്ക് സിസ്റ്റർ സ്റ്റെഫി ശരിക്കും അന്നത്തെ ആ ലൊക്കേഷനിൽ പണ്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല അതിന്റെ ആവശ്യമില്ലായിരുന്നല്ലേ? അതെന്റെ അടുത്ത് ജോൺ പറഞ്ഞില്ല. വേണമെങ്കിൽ ഇപ്പൊ ചോദിച്ചു ഇല്ല ബിക്കോസ് വി യൂസ്ഡ് സോ മെനി തിങ്സ് ടു ബ്രിങ് ദാറ്റ് സിസ്റ്റർ നെക്സ്റ്റ് ടു രേഖ ടു മേക്ക് ദിസ് സ്റ്റോറി. അതാ ഞാൻ പറഞ്ഞത്. മനസ്സിലായി. അപ്പൊ അതുപോലെ തന്നെ അനശ്വര പറയുന്നുണ്ടായിരുന്നു ലൊക്കേഷനിൽ ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു എന്നിട്ടും ഭയങ്കര അടിപൊളിയായിട്ടായിരുന്നു ക്രൂ മെമ്പേഴ്സ് ഒക്കെ നിന്നിരുന്നത്. അങ്ങനെ അപ്പൊ അതൊക്കെ എങ്ങനെയായിരുന്നു നമ്മളുടെ ലൈക്ക് എന്റെ അനശ്വരയുടെ ഒരു ഷോട്ട് ഉണ്ട്. നമ്മളിങ്ങനെ സൈഡിൽ കൂടെ വന്നിട്ട് അവളുടെ അടുത്ത് പറയുന്നുണ്ട് ഒരു ഡ്രസ്സ് മാറിയതിന്റെ പേര് നിന്റെ പേര് ഇത്ര പറയുന്നുണ്ട്. അവിടെ ആക്ച്വലി ഒരു ചേച്ചി വിത്ത് എ ബേബി ഈസ് ദെയർ ഇൻ ദാറ്റ് ഫ്രെയിം. അപ്പൊ ഇമാജിൻ ദാറ്റ് ബേബി വാസ് ദെയർ ഇൻ ദാറ്റ് ഹീറ്റ് വിത്ത് അസ് ഓഫ് റിപ്പീറ്റഡ് ടേക്സ്.
അപ്പൊ ഇമാജിൻ ചെയ്യാം ലൈക്ക് ലിറ്ററലി അത്രയ്ക്കും ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ അതായിരിക്കും അനുശ്വരത എടുത്ത് പറഞ്ഞത് അല്ലേ? കുറെ പേര് വയസ്സായുള്ള എത്ര അപ്പച്ചമ്മച്ചിമാരുണ്ടായിരുന്നു. there were so many people but they all stood by. പക്ഷെ അതായിരുന്നു സിനിമയുടെ ഏറ്റവും വലിയ ഹിറ്റ്. ബിക്കോസ് നോട്ട് ജസ്റ്റ് ദാറ്റ്, അത് കഴിഞ്ഞിട്ട് വി ഹാഡ് നമുക്ക് നമ്മുടെ കാസ്റ്റിംഗ് ബാക്കി ഫുൾ ജൂനിയർ ആർട്ടിസ്റ്റ് ടീംസ് ഉണ്ടല്ലോ, വി ഡിഡ് എ സ്ക്രീനിങ് വിത്ത് ദം ടു. അത് വേറൊരു വൈബായിരുന്നു. ആദ്യമായിട്ട് നമ്മുടെ ഇപ്പം രേഖ ചിത്രത്തിന്റെ ഒരു സ്ക്രീനിങ്ങിൽ വി ലിറ്ററലി എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യും. ജൂനിയർ ആർട്ടിസ്റ്റ് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ട് വി ഡിഡ് എ സ്ക്രീനിങ് ജസ്റ്റ് വിത്ത് ദം. Nobody in the theater. അടിപൊളി. അത് അവർക്കും ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. അതൊരു ലൈക്ക് ഇപ്പൊ ഞാൻ പറയുന്നത് ഐ സ്റ്റാർട്ടഡ് ഓഫ് എ ജൂനിയർ ആർട്ടിസ്റ്റ്. ഇപ്പൊ രേഖ ചിത്രം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഐ സ്റ്റാർട്ടഡ് ഓഫ് എ ജൂനിയർ ആർട്ടിസ്റ്റ്. കണ്ണ് ചിമ്മിയ പോകുന്ന സംഭവമായിരുന്നു എന്റെ. ജസ്റ്റ് സൈഡിൽ കൂടെ പോവാ അങ്ങനത്തെ. Yeah, I have said this Layla അതില് നമുക്ക് കിട്ടൂല. എന്റെ ഡ്രസ്സ് ഞാൻ ഇട്ടത് കൊണ്ട് മാത്രം എനിക്ക് എന്റെ മമ്മിക്ക് അതറിയാം. എന്നാലും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കില്ലേ? എക്സൈറ്റ്മെന്റ് ഭയങ്കരമായിട്ടായിരുന്നിരിക്കില്ലേ? എന്റെ കളർ, ഡ്രസ്സിന്റെ കളറെങ്കിലും കണ്ടല്ലോ അല്ലേ? അതെന്റെ ഡ്രസ്, അതെന്റെ ഡ്രസ്സാ, അതായിരുന്നു എന്റെ ഡ്രസ്സ്. അതെങ്കിലും എനിക്ക് പറയാം. അപ്പൊ ലൈക്ക് ഐ നോ ദാറ്റ് ഫീലിംഗ്. നമുക്ക് ഒരു സ്ക്രീനിൽ എങ്ങനെ സ്പേസ് കിട്ടുന്നു, ആ സ്പേസിൽ how are we addressed in the cinema, how are we addressed in that story, that matters. അപ്പോൾ എവറി ജൂനിയർ ആർട്ടിസ്റ്റ് നമ്മളെല്ലാവരും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അല്ലേ, ജസ്റ്റ് ട്രൈങ് ടു സേ ദാറ്റ്. നമ്മളിപ്പോൾ വണ്ടി ഓടിക്കാന്ന് വെച്ചോ, സ്കൂട്ടി ഓടിച്ചിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊക്കെ കട്ടൊക്കെ ഇടുമ്പോൾ നമ്മളിങ്ങനെ കട്ടൊക്കെ ഇടുമായിരിക്കും. പക്ഷേ നമ്മുടെ മനസ്സിൽ വരുന്ന ഷോട്ട് ഏതെങ്കിലും ഒരു ഹീറോ ഏതെങ്കിലും ഒരു സിനിമയിൽ കറക്റ്റ് ഷോട്ട് ജസ്റ്റ് ടു സേ. അപ്പോൾ വാട്ട് ഐ മെന്റ് ഇസ് ലൈക്ക് എവറിബഡി whenever they get up they want to be a thing in their life, and then അത് ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് കിട്ടുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ അതെനിക്ക് സത്യമായിട്ടും എനിക്ക് വേണ്ടി ക്യാമറ ഡിപ്പാർട്ട്മെന്റ് എവറിബഡി ഇസ് ഐ കൻ ടേക്ക് എ ഷോട്ട്. അത് നല്ലല്ലേ? നമ്മളന്ന് ഡ്രസ് കളർ മാത്രം കണ്ടിട്ട് ഇപ്പോ നമ്മള് ഒരു അടിപൊളി ഫിലിമില് ഒരു പ്രൊമിനന്റ് ക്യാരക്ടർ ചെയ്യാൻ പറ്റിയല്ലേ? അതിന്റെ ഒരു സന്തോഷം ഇങ്ങനെ നല്ല വെരി ഹാപ്പി ആൻഡ് വെരി ഗ്രേറ്റ്ഫുൾ. നല്ല സന്തോഷം, ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം ഈ രേഖാചിത്രത്തിൽ തന്നെ അതല്ല പ്ലോട്ട് എങ്കിലും ഇപ്പൊ അതിൽ സ്റ്റെഫി സിസ്റ്റർ പെട്ടെന്ന് രേഖേനെ കാണുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു, അവർ തമ്മിൽ നല്ല കൂട്ടാവുന്നു. പിന്നെ അത് ദിവസം തന്നെ നീ എന്നെ ഇന്ന് മഠത്തിൽ തന്നെ കിടന്നു എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. അപ്പൊ അത് ആക്ച്വലി എന്റെ പ്ലോട്ടിൽ ആളല്ല തെറ്റുകാരിയെങ്കിലും ആള് അതില് സ്വർണ്ണമൊക്കെ എടുത്തോണ്ട് പോയി എന്നുള്ളതുണ്ട്. അപ്പൊ അതില് വിശ്വാസവഞ്ചന എന്നുള്ള ഒരു സംഭവം നമ്മുടെ ഇടയിൽ കയറും. അപ്പൊ ആക്ച്വലി റിയൽ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എന്റെ പൊന്നോ, എന്താ വിശ്വാസവഞ്ചന ഇല്ലാത്ത ഒരാളോ? അതെനിക്കുണ്ടല്ലേ? അതിന് പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണോ? പെട്ടെന്ന് എനിക്ക് I'm actually too much connected to my ഞാൻ people. എങ്ങനെയല്ല ചോദ്യം ചോദിച്ചത്? അല്ല, like എനിക്ക് personally I get too much connected with my people. If I'm there for them, I'm there. If I'm not there, like once I'm done with you, കത്തം. പിന്നെ അവരായിട്ടൊരു ബന്ധമില്ല. പിന്നെ I just because എന്താ പറയാ, you take a lot of effort. നമ്മളെല്ലാവരും കുറെ എഫേർട്ട് എടുക്കും ഒരു റിലേഷൻഷിപ്പിൽ. എന്തിനാ അത് നമ്മുടെ കൺമുമ്പിൽ തന്നെ പാളിനെ കാണുമ്പോൾ എന്താ ഇവരൊക്കെ ഇങ്ങനെ, എന്താണ് നീ ഇങ്ങനെയൊക്കെ. അപ്പൊ then it's like if it's going, let it go. ടെൻഷൻ അടിക്കണ്ട. ലൈക്ക് ഇപ്പൊ സീരിയസ്ലി സിസ്റ്റർ സ്റ്റെഫി is like, even if there's somebody who has hurt me, if I have to meet them after a while, I don't think I'll have a changed feeling because I'll smile at you, I'll say hi and bye. ഞാനും അങ്ങനെ. പക്ഷെ അതങ്ങനെ പാടില്ല. പക്ഷെ കുറെ പേരുണ്ട്. എന്ത് പാടില്ല എന്ന് വെച്ചാൽ നമ്മൾ അവരോട് ദേഷ്യമാണെങ്കിൽ ദേഷ്യം പിടിച്ച് നിൽക്കുക. എന്റെ അടുത്ത് ഫ്രണ്ട്സ് പറയും, നീ എന്തിനാ പെട്ടെന്ന് കയറിയിട്ട് ഓക്കെ ആവുന്ന, എന്തിനാ, അതിന്റെ ആവശ്യമില്ല, അവര് നിന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അങ്ങനെ തന്നെ നിന്നാ മതി എന്നൊക്കെ പറയും. പക്ഷെ എനിക്കതിനെ പറ്റില്ല. അത് പക്ഷെ that's me, but still അതാ ഞാൻ പറയുന്നത്, നമ്മൾ എന്ത് പരിപാടി ചെയ്താലും there will be a person to say something against it. Right. It totally matters that ആ ആൾ നമ്മുടെ അടുത്ത് അഭിപ്രായം പറയുന്ന ടീംസിന്റെ പൊസിഷൻ നമ്മുടെ ജീവിതത്തിൽ എത്രയാണോ, that is what it is. ചില സമയത്ത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആളായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ പൊട്ടത്തരം പറയാ. പൊട്ടത്തരം മാത്രല്ല, നമ്മളങ്ങ് ഇല്ലാണ്ടാക്കി കളയും. നമ്മൾ ഓൾറെഡി ഇല്ലാണ്ടായിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. ആ സമയത്ത് വന്നിട്ട് കുറച്ചുകൂടി അങ്ങോട്ട് കുറച്ചുകൂടി അവർക്ക് മനസ്സിലാവും. അവർക്ക് വേറെ എന്തെങ്കിലും കാണും. That's why they are being like that to us. അവർക്ക് പക്ഷെ മനസ്സിലാവില്ല. അവർക്ക് മനസ്സിലാവുന്നില്ല നമ്മളിത് നമ്മൾക്ക് ഹേർട്ട് ആവാണെന്നുള്ളത് അവർക്ക് മനസ്സിലായാലും അവർ മാറില്ല. അത് അങ്ങനെയും കുറെ ആൾക്കാരുണ്ട്. നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോവാം. ആയിക്കോട്ടെ. അപ്പൊ ഈ സെഗ്മെന്റിന്റെ പേര് ഒരു സാധാരണക്കാരന്റെ സംശയങ്ങൾ.
എന്ന് വെച്ചാൽ നമ്മൾ ഈ സാധാരണക്കാരെന്ന് വെച്ചാൽ എനിക്കാണെങ്കിലും ഇവിടെ ഉള്ള മൊത്തത്തിൽ ഈ കോമൺ ആൾക്കാർക്ക് വരുന്ന സിനിമയെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സംശയങ്ങൾ. ചേച്ചി ഫിലിം ഇൻഡസ്ട്രിയിലായതുകൊണ്ട് നമുക്ക് ചോദിക്കാലോ. ഒത്തിരി ഡെക്കറേഷൻ ഒന്നും വേണ്ട ഞാൻ പറയുന്നത്. ബട്ട് സാധാരണക്കാരന്റെ സംശയങ്ങളാണ്. ആദ്യത്തെ സംശയം, മഴയുള്ള രംഗങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ലൊക്കേഷനിൽ മോട്ടർ അടിച്ച് വെള്ളം തളിക്കുവാണോ ചെയ്യുന്നത്? അല്ലേ? അതെ അതെ. സാധാരണക്കാരന്റെ സംശയം ചേച്ചി, പാവം, അവർക്ക് അറിയില്ല. അല്ലാതെ ശരിക്കും മഴ വരുന്ന നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ. ചില സമയത്ത് ആൾക്കാര് ഇപ്പൊ നാച്ചുറലി മഴ വീഴുവാണെങ്കിൽ അതും എടുക്കാറുണ്ട്. ഒബ്വിയസ്ലി മഴ വരുമെങ്കിൽ കണ്ടിന്യൂ. ചില സമയത്ത് ലൈക്ക് ഫോർ ഇൻസ്റ്റൻസ് ഇപ്പൊ ഒരു പർട്ടിക്കുലർ സീക്വൻസിൽ അവർ മഴ പ്ലാൻ ചെയ്തിട്ടില്ല, പെട്ടെന്ന് മഴ പെയ്തെന്ന് വെച്ചോ, പിന്നെ ബഡ്ജറ്റിൽ മഴ കയറും. ബഡ്ജറ്റിൽ മഴ കയറും. ബഡ്ജറ്റിൽ മഴ കയറും. ഓക്കെ, അടിപൊളി. ഇനി സിനിമാ നടന്മാർക്കും നടിമാർക്കും ദിവസേന വീട്ടിൽ പോയി വരാൻ പറ്റുമോ? സാധാരണക്കാർക്ക് എന്തൊക്കെ ചോദ്യങ്ങളാ. എന്താ വീട്ടിൽ പോയിട്ട് വന്ന പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ലൊക്കേഷൻ ഇപ്പൊ അടുത്താണെങ്കിൽ വീട്ടിൽ പോയിട്ട് വരാലോ അല്ലേ? എനിത്തിങ് അങ്ങനെയൊന്നുമില്ല. ലൈക്ക് അപ്പൊ എങ്ങനെയാ ശരിക്കും നിങ്ങളുടെ അടുത്ത് ഒരു ടൈം പറയോ, പിറ്റേ ദിവസം ഇന്ന ടൈമിൽ ഇവിടെ എത്തണം? അതെ, ടൈമിംഗ് പറയാണ്ട് നമ്മൾ എങ്ങനെ ഷൂട്ട് ടൈമിംഗ് ഉണ്ട്. ഒബ്വിയസ്ലി നമുക്ക് നമ്മുടെ ബേസിക്കലി നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയുടെ ടൈം ടേബിൾ 6:30 to 9:30, 15 hours. 6:30 ഒരു ദിവസം. 15 hours വർക്ക്. അപ്പൊ കോപ്പറേറ്റ് നൈറ്റ് ടു 6 മതി. പിടിച്ചു മനസ്സിലായില്ലേ? Like when people ask me what is there in that field, if imagine 15 hours you're literally working. Oh my god. പക്ഷെ സിനിമ നല്ല രസാന്ന് പറയാ ആൾക്കാര്. ഇതാണ് സാധാരണ 2 മണിക്കൂറിൽ 2.5 മണിക്കൂറിൽ ആൾക്കാരെ കണ്ടിട്ട് they'll just leave it. ഇതാണ് കണ്ടോ സാധാരണക്കാരുടെ സംശയങ്ങളുണ്ട്. ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായില്ലേ? ഞാൻ ഇത്രയും നാളും വിചാരിച്ച സിനിമ ഓക്കെ വരിക അഭിനയിക്കാൻ പോവാ അത്രേ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചില്ല. ആൾക്കാരെങ്ങനെയായിരിക്കും വിചാരിച്ചിരുന്നേ? പക്ഷെ അങ്ങനെയല്ല, നമ്മള് ഒരു ദിവസം ഫുള്ള് പണിയെടുക്കുക. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് പോയിട്ട് തിരിച്ചു വരാൻ പറ്റുവാണെങ്കിൽ വരാം, അല്ലെങ്കിൽ പറ്റില്ല. ടൈമിൽ നമ്മുടെ ലൊക്കേഷൻസ്, നമ്മുടെ എവിടെ ഷൂട്ട്, പഞ്ച്വാലിറ്റി ഭയങ്കര സെറ്റ് ആയിട്ട് നോക്കണം അല്ലേ? അല്ലെങ്കിൽ ചീത്ത കേൾക്കുമല്ല. നമ്മൾ ചീത്തനെക്കാട്ടിലും പേടിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ ആസ് എൻ ആർട്ടിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്താ? നോട്ട് ടു ബി എ പെയിൻ ടു ദ പ്രൊഡക്ഷൻ. ഇപ്പൊ ഞാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ദ ഷൂട്ട് ഇസ് ഗോയിങ് ടു ബി ലേറ്റ്. ഐ തിങ്ക് പഞ്ച്വാലിറ്റി ഷോ ഓഫിനല്ല, ലൈക്ക് യു ഹാവ് ടു ലിറ്ററലി യൂസ് യുവർ ബ്രെയിൻ. നമ്മൾ രാവിലെ എഴുന്നിട്ട് പതുക്കെ വരുവാണെങ്കിൽ എത്ര ആൾക്കാരുടെ എത്ര പൈസ പോകുന്നത്? സിനിമ ഉണ്ടാക്കുന്ന എത്ര നിസ്സാര കാര്യമല്ല. ഐ നോ എ പ്രൊഡ്യൂസർ ഹൂ ലിറ്ററലി പുള്ളിയുടെ ഉണ്ടായിരുന്ന എല്ലാം പുള്ളി ചെയ്തു, പക്ഷെ സിനിമ ഡിഡ് നോട്ട് വർക്ക് ഔട്ട്. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് നമുക്ക് അങ്ങനെ പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു സൈഡും കൂടെ അറിയുന്ന സമയത്ത് അറിയാർ യു വോണ്ട് പീപ്പിൾ ഹു അണ്ടർസ്റ്റാൻഡ് സിനിമ, പീപ്പിൾ ഹു അണ്ടർസ്റ്റാൻഡ് സെറ്റ്, അവർക്ക് പഞ്ച്വാലിറ്റി ടോപ്പിക് അല്ല. ദേ നോ ടൈം ആൻഡ് ദേ വിൽ ഗെറ്റ് ദേർ. അത്രേ ഉള്ളൂ. ഇനി സിനിമയിൽ നമ്മൾ കാണുന്ന ഫ്ലൈറ്റ് സീനുകൾ ഫുൾ ഫേക്ക് ആണോ? ഫ്ലൈറ്റിലൊക്കെ ശരിക്കും പോയിട്ട് അല്ല സാധാരണക്കാരുടെ സംശയമുണ്ട്. അത് കട്ട് ഞാൻ ഒന്നുകൂടി അഭിനയിക്കട്ടെ. എല്ലാം പോയി ഞാനൊരു പ്രാവശ്യം കൂടെ അനുഭവിക്കട്ടെ എന്ന് അതെനിക്ക് പറയാം. ഫുൾ കട്ട്. സിനിമയിൽ നമ്മൾ കാണുന്ന ഫൈറ്റ് സീനുകൾ ഫുൾ ഫേക്ക് ആണോ? ശരിക്കും സാധാരണക്കാരുടെ സംശയമാണ് കേട്ടോ. എന്റെ സംശയം എനിക്കിതൊരു ഫൈറ്റ് സീക്വൻസസ് അങ്ങനെ കേട്ടിട്ട്, പക്ഷെ എന്നാലും കൊറിയോഗ്രാഫർ അങ്ങനെ ആണെങ്കിൽ പോലും ഐ തിങ്ക് ഞാൻ ഏതോ ഒരു സിനിമയുടെ അങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരാൾക്ക് ഇങ്ങനെ അടി കിട്ടുന്നതൊക്കെ they have literally taken the shot with the അടി. ശരിക്കും അടിയൊക്കെ കിട്ടിയിട്ട് മുറിഞ്ഞിട്ടും പാടൊക്കെ വന്നിട്ടുണ്ടെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. Obviously like fights ആകുമ്പോൾ ആക്സിഡൻസ് ചില സമയത്ത് നടക്കാറുണ്ട്, ചില സമയത്ത് നടക്കാറില്ല. ബട്ട് there will be an action director, like പുള്ളി ആയിരിക്കും ഇത് ഫൈറ്റ് മാസ്റ്റർ ആയിരിക്കും എന്തായാലും ഇത് കൊറിയോഗ്രാഫ് ചെയ്യുക. and there will be proper measures taken care. നമ്മുടെ എല്ലാ ഗാഡ്ജറ്റ്സും ലൈക്ക് നമുക്ക് ഒബ്വിയസ്ലി ഓൺ സ്ക്രീനുള്ള ആർട്ടിസ്റ്റിന്റെ എന്തെങ്കിലും പറ്റിയ അടുത്ത ഷോട്ടിൽ വരെ വേണമല്ലോ. സോ ദേ വിൽ ഡു എവറിത്തിങ് മാക്സിമം പോസിബിൾ അവരുടെ അവരുടെ സർവൈവലിന് വേണ്ടിയിട്ട്. ബട്ട് ദേ വിൽ ബി എ പേഴ്സൺ ടു കൊറിയോഗ്രാഫ്. അറ്റ് ടൈംസ് ചില സമയത്ത് നമുക്ക് അത്ര വലിയൊരു കൊറിയോഗ്രാഫർ വേണ്ടാത്തൊരു സീക്വൻസ് ആണെങ്കിൽ പീപ്പിൾ വിൽ റാൻഡംലി ഓൾസോ ഡു ദാറ്റ്. ഐ ഗെസ് അതിന്റെ ഐ ഹാവ് എ ഫീലിംഗ്, ഐ ഗെസ് പ്രേമത്തിന്റെ മറ്റേ കോളേജ് അടിയില്ലേ, അത് ഐ ഗെസ് അങ്ങനത്തെ എന്തോ ഒരു കൊറിയോഗ്രാഫി ആയിരുന്നു. ദേ ലിറ്ററലി ലെറ്റ് പീപ്പിൾ ലൈക്ക് എ ആൻഡ് ബി ഗോ ഫൈറ്റ്, അത്രേ ഉള്ളൂ. ബട്ട് ദെൻ യു സീ ദ ഫൈറ്റ്. അത് ഞാൻ പറഞ്ഞു, ലൈക്ക് കൊറിയോഗ്രാഫ്ഡ് ഫൈറ്റ് നിങ്ങൾ കാണുന്നുണ്ട്, അതുകൊണ്ട് ഇറ്റ് ഡിപ്പെൻസ് അല്ലേ? ഓക്കെ, ഇനി ഞാനിത് വായിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? ഒരു കണക്കിന് അതായിരിക്കും.
സിനിമ സെറ്റിൽ സീനിയർ ആർട്ടിസ്റ്റുകൾക്കും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും ഒരേ ഭക്ഷണമല്ലേ കൊടുക്കുന്നതെന്ന വാർത്ത സത്യമാണോ? ഒരു ഭക്ഷണമല്ല കൊടുക്കുന്നത്. I've been lucky enough to be in productions where നമ്മുടെ ഫുഡും അവരുടെ ഫുഡും സെയിം ആയിരുന്നു. ചിലപ്പോൾ സംഭവം ഇപ്പോഴും ഉണ്ട്. പീപ്പിൾ ആർ സ്റ്റിൽ വർക്കിംഗ് ഓൺ ഇറ്റ്. പക്ഷെ സംഭവം ഉണ്ട് എന്തായാലും. This happens here. ഞാൻ ഒരു പ്രൊഡക്ഷനിൽ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ദാറ്റ് വാസ് നൈസ്. അത് ലൈക്ക് അത് എല്ലാ പ്രൊഡക്ഷൻസ് അങ്ങനെയല്ല. പക്ഷേ ലക്കിലി ദ പ്രൊഡക്ഷൻസ് ഹാവ് ബീൻ പാർട്ട് ഓഫ് അവിടെ ഫുഡ് സെപ്പറേഷൻസ് വന്നിട്ടില്ല. ദർ ഹാവ് പീപ്പിൾ അവർ കച്ചറ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. പറ്റിയ കച്ചറ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു സെഗ്മെന്റിലേക്ക് പോകാം. ഇതില് ടിഷ്യൂസ് ഓഫ് ലൈഫ് എന്നാണ് നമ്മളുടെ ഈ സെഗ്മെന്റിന് പേര്. നല്ല നല്ല പേരല്ലേ? സൂപ്പർ ആയിട്ടില്ലേ? അപ്പം ഇത് ലെറ്റ് മീ സീ ഹൗ ഇറ്റ് ഈസ് യൂസ്ഡ്. ഓക്കെ, ടിഷ്യൂസ് ഓഫ് ലൈഫ്. ഈ ടിഷ്യൂസ് ഓഫ് ലൈഫിൽ ഞാനിങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇങ്ങനെ ചോദിക്കും. ചേച്ചിയുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്ത് എന്താണ് ചേച്ചിക്ക് അതിനെ പറ്റി പറയാനുള്ളത്, അത്രേ ഉള്ളൂ. അപ്പൊ ഒരു ഇത് പറയുമ്പോൾ മനസ്സിലാവും. ചിലരെ എത്ര അടുത്തറിയാൻ ശ്രമിച്ചാലും നടക്കില്ല, അത്രയ്ക്കും ദുരൂഹത അവരിലുണ്ടാകും. എന്നുവെച്ചാൽ നമ്മള് ചിലരെ എത്ര അടുത്തറിയാൻ ശ്രമിച്ചാലും അവരെപ്പോഴും നമ്മളുടെ ഒരു ഡിസ്റ്റൻസ് കീപ്പ്, അല്ലെങ്കിൽ ലൈക്ക് അവരുടെ മിസ്റ്റീരിയസ് ആയിരിക്കും അവര്. അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ റിയൽ ലൈഫിൽ? അതോ അങ്ങനെയുള്ള ആൾക്കാരെ അടുപ്പിക്കാറില്ല? അങ്ങനെയൊന്നുമില്ല. ഐ എം എൻ എക്സ്പ്ലോറർ. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ദേ ഡോണ്ട് വാണ്ട് ടു എക്സ്പ്ലോർ, ബി ദേർ, ഡോണ്ട് കം ടു മൈ വേ. ഞാൻ അങ്ങടേക്ക് പോവാറില്ല. അങ്ങടേക്ക് പോവാറില്ല എന്നല്ല, ലൈക്ക് ഇപ്പൊ നമുക്ക് ഒരാൾക്ക് ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് എവറിബഡി ഹാസ് ടു അക്സെപ്റ്റ് യു, അല്ലേ? നമുക്ക് എല്ലാവരും ഇഷ്ടമല്ലല്ലോ. അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന നമ്മളെ എല്ലാവർക്കും ഇഷ്ടമൊന്നുമില്ലായിരിക്കും. ബട്ട് ബി ചിൽ വിത്ത് ഇറ്റ്. ഇപ്പോൾ ഒരാൾക്ക് അങ്ങനെ എൻ്റെ അടുത്ത് എക്സ്പ്ലോർ ചെയ്യാനില്ലെങ്കിലും നമുക്ക് അവര് മിസ്റ്റീരിയസ് ആണോ? കണ്ടിന്യൂ, ലെറ്റ് ഇറ്റ് ബി, ലെറ്റ് ദം ബി മിസ്റ്റീരിയസ്. ഇഫ് ദേർ സംതിങ്, ഇപ്പം പറയട്ടെ, ഹൗ യു ലൈക്ക് അവർക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കും. whoever it is, if whatever mystery ഞാനിപ്പോ അങ്ങനെ ആഗ്രഹിക്കുന്ന ഈ മിസ്റ്ററി, whatever mystery it is, if they really want me to be part of it, അത് എൻ്റെ അടുത്ത് എന്തായാലും അവർ പറഞ്ഞിരിക്കും. ഞാൻ എൻ്റെ തല പുണ്ണകാക്കി തോന്നുന്നു പറയുന്ന സമയത്ത് I'll be there, let me know, I'll be there. നമുക്ക് പക്ഷെ എനിക്ക് തോന്നുന്നത് ചിലരെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇവൻ എന്തോ ഒരു, ചിലപ്പോൾ ഭയങ്കര ചില്ലായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ആളായിരിക്കും, ബട്ട് എന്തോ ദുരൂഹത ഉണ്ട് അവർ, അങ്ങനെ തോന്നുന്ന ചിലരും. എനിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അടുത്തേക്ക് അതുകൊണ്ട് പോകാറില്ല. ദുരൂഹത ഉണ്ടെന്ന് തോന്നി പിന്നെ പോകാറില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നതാണെങ്കിലോ ഞാനോ അതിനൊന്നുമില്ല, കുഴപ്പമില്ല. ദുരൂഹതയല്ലേ, ചെറിയ ദുരൂഹതകളല്ലേ, അത് നമുക്ക് പ്രശ്നമില്ല. ഓക്കെ. ചില വ്യക്തികളുടെ മനസ്സിന്റെ സൗന്ദര്യം അവരുടെ സ്വഭാവത്തിലെ ചില ന്യൂനതകളെ മറച്ചു വെക്കും. ന്യൂനത എന്ന് വെച്ചാൽ ചില വ്യക്തികളുടെ മനസ്സിന്റെ സൗന്ദര്യം അവരുടെ സ്വഭാവത്തിലെ ചില ന്യൂനതകളെ മറച്ചു വെക്കും. എന്ന് വെച്ചാൽ അവരുടെ ചില ലൈക്ക് അവര് മനസ്സിൽ ഭയങ്കര നല്ല ആളായിരിക്കും, പക്ഷെ അവരുടെ സ്വഭാവത്തിലെ ചില കാര്യങ്ങൾ കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. മനസ്സിലായോ? എനിക്ക് തോന്നുന്നുണ്ട്. What I meant is, do you think that ഇപ്പൊ തനിക്കൊരു ഭംഗി, താൻ തന്നെ മിററിൽ നോക്കുമ്പോൾ തനിക്കൊരു ഭംഗി ഉണ്ടല്ലോ, തനിക്ക് തോന്നുന്നുണ്ടോ ആ ഭംഗിയാണ് ഞാൻ കാണുന്നത്? അല്ല, കുത്തി പറഞ്ഞു അല്ലടോ. No, not at all. What I meant is like the beauty that I see in you is a different beauty. Right. If I am not okay with you, leave me, no. എന്നെ വെറുതെ വിടൂ. അല്ല, if they are hiding, even if ക്വസ്റ്റ്യൻ എങ്ങനെ സ്വഭാവത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർ മൊത്തത്തിൽ മനസ്സിന് സൗന്ദര്യമുള്ള ആൾക്കാരാണെങ്കിൽ സ്വഭാവത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ സഹിച്ചു കൊടുക്കും, ടോളറേറ്റ് ചെയ്യാൻ റെഡിയാണ്. പ്രശ്നം എവിടെയാണെന്ന് നീ ആദ്യം ക്ലിയർ ആയിട്ട് പറഞ്ഞു. സ്വഭാവത്തിലാണോ അവർക്ക്? ഞാൻ ഫിസിക്കൽ ബ്യൂട്ടിയെ പറ്റി കാര്യമേ പറയുന്നില്ല. I just said what she sees in the mirror. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവക്ക് അവളുടെ മിററിൽ അവക്ക് എന്ത് വേണമെങ്കിൽ. അല്ല, അത് തന്നെയാണ് ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അത് കറക്റ്റ് ആണ്. എനിക്ക് തന്നെ ക്വസ്റ്റ്യൻ ആണോ പ്രശ്നം? ഓക്കെ, ആൻസർ കറക്റ്റാ. ചേച്ചി സേഫാ, ഞാൻ പ്രശ്നം അല്ല. അപ്പൊ ഞാൻ what I meant is like ഇപ്പൊ അവർക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ പോലും why am I putting efforts to clear it or to see it or unsee it? നമുക്കൊരു സംഭവം മനസ്സിലായി, ലൈക്ക് ആ പുള്ളിക്ക് ആ സംഭവം ഇല്ല, ഇല്ലെങ്കിൽ ആ പുള്ളിക്ക് ആ സംഭവം ഉണ്ടെന്ന് വെച്ചോ, he cannot let that person be ഞാൻ പെർഫെക്റ്റ് ആണോ? അല്ല, അത്രേ ഉള്ളൂ. പക്ഷെ അവർക്കത് ഉണ്ടെങ്കിൽ പോലും അവരുടെ ഫിസിക്കൽ ബ്യൂട്ടി, നോൺ ഫിസിക്കൽ ബ്യൂട്ടി, ജോ ബി if they are not hurting you, let them be. If they are hurting you, tell them, എടാ ഇത് വർക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ യു ആർ ക്രിയേറ്റിംഗ് എ പ്രോബ്ലം ടു മീ, അത് ചെയ്യേണ്ടത് പറഞ്ഞാൽ മതി. അപ്പം ചിലര് ഇതുപോലെ നല്ല നല്ല മനസ്സുള്ളവരാണെങ്കിലും ചില സ്വഭാവങ്ങൾ കൊള്ളില്ലെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. അതിന്റെ ആവശ്യമില്ല, അതാണ് ഉദ്ദേശിച്ചത്.
ക്വസ്റ്റ്യൻ മാത്രം പിന്നെ എടുക്കാം. യു ക്യാൻ എഗ്രി ടു ഡിസഗ്രി. Yeah. ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് യു അല്ലേ, ഞാനാണ് ഇപ്പൊ what is happening? ചേച്ചിക്ക് മനസ്സിലായില്ലേ, അത് മതി. ആ ആൻസർ ഓക്കെയാ. ഓക്കെ ക്വസ്റ്റിനെ പ്രശ്നം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തോളാം. ഓക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. കാലം എത്ര കടന്നു പോയാലും നമ്മൾ മിസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. തിരിച്ചു വരില്ലെന്ന് എത്ര തവണ ഉറപ്പിച്ചു പറഞ്ഞാലും ആ മിസ്സിങ് ഒരു വിങ്ങൽ തന്നെയായി തുടരും. മനസ്സിലായോ? എന്ന് വെച്ചാൽ കാലം എത്ര കടന്നു പോയാലും നമ്മൾ മിസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഓക്കെ ഒരു കാര്യം അത് കുറേ നാളായിട്ട് കടന്നു പോയെങ്കിൽ നമ്മൾ വിചാരിക്കും ഇനി നമ്മളത് ഓർക്കില്ല. ബട്ട് സ്റ്റിൽ എത്ര കഴിഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ നിന്ന് പോവില്ല, നമ്മളുടെ ഉള്ളിൽ സിമ്പിൾ. ഇതുപോലെ എനിക്ക് ഞാൻ സത്യമായിട്ട് പറയട്ടെ, ഇപ്പം നിനക്ക് ആ ഒറ്റൊരു വിഷമല്ലേ നിന്റെ ഇത്ര കാലമായിട്ട് പോവാണ്ടിരുന്നത്, അതിനിടയ്ക്ക് നിനക്ക് വേറെ എത്ര വിഷമങ്ങൾ വന്നിട്ടുണ്ട്, നീ അത് വേണ്ടാന്ന് വെച്ചതല്ലേ. ആ സംഭവം ഹീൽ ആയിട്ടില്ല, നമ്മൾ ഇപ്പൊ തന്നെ പറിച്ചെടുത്ത് സൈഡിൽ വെക്കണ്ട. ആ വിഷമം വന്നോട്ടെ, ലെറ്റ് ഇറ്റ് ബി ദർ. ബിക്കോസ് നമ്മുടെ ലൈഫിലുള്ള എത്ര വലിയ പെയിൻ ആണെങ്കിൽ പോലും വൺ ഡേ ഇറ്റ് വിൽ ഗോ. ഇറ്റ് ഹാസ് ടു ഗോ until unless you are not done. For instance, imagine somebody who was there in your life, all of a sudden they are not there. What will you do? ആ വിഷമം വെച്ചിട്ട് താൻ എന്താ ചെയ്യാൻ പോകുന്നത്? Are you dead? No. You have to get up. നമുക്കൊരു വീടുണ്ട്, കുടുംബക്കാരുണ്ട്, we have to pay bills. അതെല്ലാം ഉണ്ടല്ലോ. അതെ, we have to go on. നമുക്കൊരു സങ്കടം വെച്ചിട്ട് നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. If it's there, let it be. അത് ഹീൽ എടുക്കാൻ സമയം എടുക്കാണ്, അത്രേ ഉള്ളൂ. It will go. One day that pain will also go, something bigger will come. ചില ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന തുടർച്ചയായ മുറിവുകൾ ആ ബന്ധത്തിന്റെ ദൃഢതയാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഇടയ്ക്കിടക്ക് എന്താ പറയാ മുറിവുകൾ ഉണ്ടാവുന്നത് ആ ബന്ധത്തിന്റെ തകർച്ചയാണ് സ്ട്രോങ് ആക്കുന്നതാണ്. I am so relieved. I thought എനിക്ക് ഭാഷ മനസ്സിലാവാനായിട്ട് കാരണം ഓക്കെ. അതാ ഞാൻ പറഞ്ഞ വൈ പീപ്പിൾ ഓൾവേസ് വോണ്ട് സംതിങ് ഡിഫീറ്റഡ് ടു ബി ഓൺ ലോ. വൈ ബട്ട് വൈ എന്താ റിജക്ഷൻ എന്തായിരുന്നു ഇപ്പൊ താൻ എന്ത് പറഞ്ഞ പോസിറ്റീവ്സ് പറഞ്ഞിട്ട് ലാസ്റ്റിൽ യുവർ ലൈക്ക് ബട്ട് ഇതുണ്ടോ വൈ? പക്ഷെ ചില മുറിവുകളാണ് ചില ലൈഫിന് ചില ബന്ധങ്ങളെ സ്ട്രോങ് ആക്കുന്നത്. മുറിവുകൾ ബന്ധത്തിന് സ്ട്രോങ് ആക്കുക അങ്ങനെ തോന്നിയിട്ടുണ്ടോ? വൈ വുഡ് ഐ ഹേർട്ട് ദ പേഴ്സൺ ഐ ലൈക്ക്? ഐ ഡോണ്ട് നോ. മുറിവുകള് മുറിവുകള് അല്ല, ലൈക്ക് ഒരു ക്രൈസിസ് വരുമ്പോ നമ്മുടെ കൂടെ ആര് നിൽക്കുന്നോ അതായിരിക്കും ഈ ക്വസ്റ്റ്യൻ. ആക്ച്വലി ക്രൈസിസിൽ നമ്മുടെ കൂടെ ആരാ നിൽക്കുന്നത്? അല്ല, ഇറ്റ്സ് അബൌട്ട് എ റിലേഷൻ. രണ്ട് പാത്രം കൊട്ടിക്കഴിഞ്ഞാൽ ഒച്ചെല്ലാം ഉണ്ടാവുന്നുള്ളൂ. ഹൗ ഇസ് ദാറ്റ് പീസ്? ഐ ഡോണ്ട് നോ. That's a toxic relationship. That's a toxic relationship actually. റെഡി ആവുന്നു. ഞാനും അതോട് യോജിക്കുന്നു. ഒരുപാട് മുറിവ് വന്നു കഴിഞ്ഞാ ഒരുപാട് മുറിവുകൾ വന്നാൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ബെറ്റർ ബ്രെയിൻ നമ്പായി. ഈ ടോക്സിസിറ്റി കാരണം ബ്രെയിൻ നമ്പായി and that became accepted. I think why you are with somebody. ഞാനാണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പൊ ഞാൻ തന്നെ സപ്പോർട്ട് എന്ന് വെച്ചാൽ പക്ഷേ ചേച്ചി എനിക്ക് തോന്നാം നമ്മളിപ്പോ ഒരു റിലേഷൻഷിപ്പ് വാട്ട് എവർ ഇറ്റ് ലൈക്ക് നമ്മുടെ ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, റിലേഷൻ എങ്ങനെയാണെങ്കിലും ചിലപ്പോൾ അതിൽ കുറച്ചുകൂടി നമ്മൾ അടി ഉണ്ടാക്കി മുറിവുകൾ വരുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടി റിയലൈസ് ചെയ്യുന്നത്. ഓക്കെ, മുറിവ് താൻ പറയുന്ന അടിയല്ല, മുറിവ് എനിക്ക് മുറിവ് അല്ല, ക്രൈസിസ്. നമ്മുടെ ഒരു ഫാമിലി ലൈഫിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ നമ്മൾ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ റിലേഷൻഷിപ്പ് ഒരു പോയിന്റിൽ ഇറ്റ് ഇസ് ടെസ്റ്റഡ്. അതാണ് നമുക്ക് ഈ ബ്രേക്കപ്സും സ്പ്ലിറ്റ്സപ്പും വാട്ട് എവർ ഹാപ്പൻസ് അത് നമ്മൾ എങ്ങനെ മറികടക്കുന്നതാണ് ദ റിലേഷൻ ദാറ്റ് സ്റ്റേസ്. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇപ്പൊ നമുക്കത് what I meant asking you is, why do you want to be a problem to the person you like or love? നമ്മുടെ കുടുംബക്കാരായാലും അതാ ഞാൻ പറഞ്ഞത്. അടി ഉണ്ടാക്കാതെ വെച്ച അടി മീൻസ് ഇറ്റ്സ് നോയ്സി. ഹൗ ക്യാൻ എ നോയ്സ് ബി പാർട്ട് ഓഫ് ലവ് ഓർ പീസ്? ഡു ഐ മേക്ക് സെൻസ് ടു യു? അത്ര ഉള്ളു ഞാൻ ഉദ്ദേശിച്ചത്. ഐ ഡോണ്ട് തിങ്ക് അടി അതാ ഞാൻ പറഞ്ഞത്. എവിടെയോ കറങ്ങി ടോക്സിക് റിലേഷൻഷിപ്പിന്റെ സിംറ്റംസ് ആണ് അത് കാണിച്ചത്. ലൈക്ക് അടിയാക്ക പിന്നെ തിരിച്ചു വരെ പിന്നെ ബാപ്പറെ ഗോ.